കായംകുളം മണ്ഡലത്തിൽ LDFന് വൻ മുന്നേറ്റമുണ്ടായതായി കായംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കൾ പറഞ്ഞു. നാളെ വൈകിട്ട് 4 മണിക്ക് LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. കൃഷ്ണപുരം പഞ്ചായത്തിനും ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നേടാൻ കഴിഞ്ഞു. ഇവിടുത്തെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളും എന്ന് പറഞ്ഞാൽ മുതുകുളം, ഭരണിക്കാവ്, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തുകളും അവിടേക്ക് വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്കും എന്ന് പറയുമ്പോൾ ഈ മണ്ഡലത്തിൽ വരുന്ന സീറ്റുകളിലെല്ലാം ഇടതുപക്ഷത്തിന് ജനാധിപത്യ മുന്നണിക്ക് മുന്നിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, ആ തിരിച്ചടിയിൽ നിന്ന് മുന്നേറാൻ ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ നടത്തിയ പ്രവർത്തനം ഈ മണ്ഡലത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ഏറ്റെടുത്തു. ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള ജനങ്ങളുടെ കൂറും അതിനോടുള്ള ആഭിമുഖ്യവും ഈ മണ്ഡലത്തിൽ ശക്തമായി ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു നേട്ടം ഇടതുപക്ഷത്തിന് നൽകിയ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ LDFൻ്റെ മണ്ഡലം കമ്മിറ്റി അഭിവാദ്യം ചെയ്യുകയാണ്. ആ മുന്നേറ്റത്തെ പ്രതിഫലിക്കുന്ന രൂപത്തിൽ ഒരു സ്വീകരണ പരിപാടി സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും കായംകുളം ടൗണിൽ വെച്ച് സ്വീകരണം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ ഈ വലിയ മുന്നേറ്റം, ജനങ്ങൾ നൽകിയ ഈ പിന്തുണ ഒരു സ്വീകരണ പരിപാടിയായി സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടി വിജയകരമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്നതിന് LDF മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. അത് 22-ാം തീയതി വൈകുന്നേരം കായംകുളം ടൗണിൽ വെച്ച് ആ പരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുൻ മന്ത്രി ഡോക്ടർ KT ജലീൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 176 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളാണ് കായംകുളം അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും മുനിസിപ്പൽ കൗൺസിലർമാരും ഉൾപ്പെടെ അതിൽ 94 പേർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചവരാണ്. 53 പേർ മാത്രമാണ് UDF വിജയിച്ചത്. 24 പേർ മാത്രമേ ഉള്ളൂ BJPയുടെ പ്രതിനിധികൾ. ഈ വിജയം കായംകുളം അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ വലിയൊരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. BJPക്കും മറ്റു വർഗീയ ശക്തികൾക്കും കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ LDFന് മികച്ച മുന്നേറ്റമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 62,909 വോട്ടാണ് LDFന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ജില്ലാ പഞ്ചായത്തിലുള്ള ത്രിതലത്തിൽ ഏറ്റവും രാഷ്ട്രീയ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 67,909 വോട്ട് LDFന് ലഭിച്ചപ്പോൾ 64,988 വോട്ട് മാത്രമാണ് UDF ലഭിച്ചത്. 36,000 വോട്ടിനടുത്ത് മാത്രമാണ് BJPക്ക് ലഭിച്ചത്. അപ്പോൾ ആ നിലയിൽ ഈ മണ്ഡലത്തിൽ 7,921 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
നഗരപാലികാ തെരഞ്ഞെടുപ്പിൽ കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത്.